നമസ്കാരം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ കോട്ടയം ജില്ലയിൽ അപ്രതീക്ഷിത നീക്കങ്ങൾ. ഐ ഗ്രൂപ്പിലെ കരുത്തനും രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനുമായ ജോസഫ് വാഴക്കിനും KSU സംസ്ഥാന പ്രസിഡന്റ് അലൂഷ്യസ് സേവ്യറും അവസാന നിമിഷം പട്ടികയിൽ നിന്നും പുറത്തായി. ഗ്രൂപ്പ് സമവാക്യങ്ങളും സാമുദായിക പരിഗണനകളും ഡൽഹിയിൽ നടന്ന ചർച്ചകളിൽ അട്ടിമറിക്കപ്പെട്ടതോടെയാണ് ഈ നാടകീയ നീക്കങ്ങൾ ഉണ്ടായത്. കഴിഞ്ഞ തവണ കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിച്ച ജോസഫ് വാഴക്കിന് ഇത്തവണ പീരുമേടിനോടായിരുന്നു താല്പര്യം. എന്നാൽ പാർട്ടി നിർദ്ദേശപ്രകാരം ഏറ്റുമാനൂരിലേക്ക് മാറാൻ അദ്ദേഹം തയ്യാറായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ ശക്തമായ പിന്തുണയും വാഴക്കിനുണ്ടായിരുന്നു. ഏറ്റുമാനൂരിൽ വാഴക്കിന്റെ പേര് മാത്രമാണ് സ്ക്രീനിംഗ് കമ്മിറ്റി നൽകിയിരുന്നത്. എന്നാൽ കാഞ്ഞിരപ്പള്ളിയിലെ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ തർക്കം വാഴക്കിന്റെ സ്ഥാനാർത്ഥിത്തിന് തിരിച്ചടിയായി. ഈഴവ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ നാട്ടകം സുരേഷിനെ ഏറ്റുമാനൂരിലേക്ക് മാറ്റിയതോടെ വാഴക്കിനും പട്ടികയിൽ നിന്ന് പുറത്തേക്കുള്ള വഴി തെളിഞ്ഞു. കാഞ്ഞിരപ്പള്ളിയിൽ ആദ്യം നാട്ടകം സുരേഷിനെയായിരുന്നു കോൺഗ്രസ് പരിഗണിച്ചിരുന്നത്. ഇടതുപക്ഷത്തിനായി N ജയരാജും BJPക്കായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും എത്തിയതോടെ അവിടെ ഒരു ഈഴവ സ്ഥാനാർത്ഥി വേണമെന്നായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ ധാരണ. എന്നാൽ പട്ടിക ഡൽഹിയിലെത്തിയപ്പോൾ ആന്റണി MP ബിഷപ്പിന്റെ നിർദ്ദേശം എന്ന നിലയിൽ ജിജി അഞ്ചാനിക്ക് വേണ്ടി വാദിച്ചു. ക്രൈസ്തവ സ്ഥാനാർത്ഥി വേണമെന്ന വാദം രാഹുൽ ഗാന്ധി പരിശോധിച്ചെങ്കിലും ജിജി അഞ്ചാനിക്ക് വിജയസാധ്യതയില്ലെന്ന് ഐപാക് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു. ഒടുവിൽ പ്രൊഫസർ റോണി കെ ബേബിക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നറുക്കു വീണു. KSU പ്രസിഡന്റ് എന്ന നിലയിൽ അലൂഷ്യസ് സേവ്യറിന് പൂഞ്ഞാർ സീറ്റ് ഏകദേശം ഉറപ്പിച്ചിരുന്നതാണ്. യുവാക്കൾക്ക് പ്രാധാന്യം നൽകണമെന്ന രാഹുൽ ഗാന്ധിയുടെ നയം അലൂഷ്യസിന് തുണയാകുമെന്ന് കരുതിയെങ്കിലും അവസാന നിമിഷം ജില്ലയിലെ സാമുദായിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ MJ സ്ഥാനാർത്ഥിയായി. ഇതോടെ തീർച്ചയായും മത്സരിക്കുമെന്ന് കരുതിയ അലൂഷ്യസും വാഴക്കിനും പട്ടികയ്ക്ക് പുറത്തായി. സീറ്റ് നിഷേധിക്കപ്പെട്ടതിൽ അലൂഷ്യസ് സേവ്യർ KSU പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങുന്നതായും വാർത്തകളെത്തി. എന്നാൽ അത് അലൂഷ്യസ് തന്നെ നിഷേധിച്ചു. സീറ്റ് കിട്ടാത്തതിലെ അതൃപ്തി ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തു. ജോസഫ് വാഴക്കിനും നിരാശനാണ്. കോൺഗ്രസിലെ മുതിർന്ന നേതാവെന്ന പരിഗണന ആരും തന്നില്ലെന്ന പരിഭവം ജോസഫ് വാഴക്കിനുണ്ട്. കോട്ടയം ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഈ സ്ഥാനാർത്ഥി മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നാണ് വിലയിരുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കിന് അതൃപ്തി ശക്തമാണ്. എങ്കിലും നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്ത് വരില്ല. സീറ്റ് ഉറപ്പിച്ച് പോസ്റ്ററും ഫ്ലെക്സും അടിക്കാനായി ലക്ഷങ്ങൾ ചെലവഴിച്ച ശേഷം സ്ഥാനാർത്ഥിയിൽ നിന്ന് ഒഴിവാക്കിയത് ജോസഫ് വാഴക്കിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. 1.5 ലക്ഷം പോസ്റ്ററും 2500 ഫ്ലെക്സ് ബോർഡുമാണ് തയ്യാറാക്കിയത്. ഏറ്റുമാനൂരിൽ ഒറ്റപ്പേരെന്ന് നേതാക്കൾ പറഞ്ഞതുകൊണ്ടാണ് ഫ്ലെക്സും പോസ്റ്ററും തയ്യാറാക്കിയതെന്നും സീറ്റ് കിട്ടാത്തതിൽ വിഷമമുണ്ടെന്നും ജോസഫ് വാഴക്കൻ ഒരു ചാനലിനോട് പ്രതികരിച്ചു. തുടക്കം മുതൽ തന്റെ പേരായിരുന്നു സംസ്ഥാന നേതൃത്വം പറഞ്ഞത്. ഇക്കാര്യം തന്നോട് സൂചിപ്പിക്കുകയും ചെയ്തു. പ്രവർത്തനം തുടങ്ങാനും പോസ്റ്ററുകളും ഫ്ലെക്സുകളും പ്രിന്റ് ചെയ്യാനും പറഞ്ഞു. അതുകൊണ്ടാണ് വൻ തുക ചെലവഴിച്ച് പോസ്റ്ററുകൾ പുറത്തിറക്കിയതെന്നും അദ്ദേഹം പ്രതികരിച്ചു. കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ സീറ്റ് മോഹിച്ച MPമാർക്കൊപ്പം ഒരു സിറ്റിംഗ് MLAയും കൂടി പടിക്ക് പുറത്തായിരുന്നു. കണ്ണൂരിൽ മത്സരിക്കാൻ മോഹിച്ച K സുധാകരനും കോന്നി മോഹിച്ച അടൂർ പ്രകാശിനും സീറ്റ് ലഭിച്ചിരുന്നില്ല. പെരുമ്പാവൂരിൽ സിറ്റിംഗ് MLA ആയ എൽദോസ് കുന്നപ്പള്ളിക്കും ഇത്തവണ സീറ്റ് നൽകിയില്ല. രണ്ട് പേരുകൾ ഉയർന്നുകേട്ട മണ്ഡലങ്ങളിൽ ഒന്നായ കൊച്ചിയിൽ DCC പ്രസിഡന്റായ മുഹമ്മദ് ഷിയാസാണ് മത്സരിക്കുന്നത്. സീറ്റ് പ്രതീക്ഷിച്ച് പോസ്റ്ററുകൾ വരെ അച്ചടിച്ച ദീപ്തി മേരി വർഗീസും അവഗണിക്കപ്പെട്ടു. ചെങ്ങന്നൂരിൽ പരിഗണിച്ച ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മനും കായംകുളത്ത് പരിഗണിച്ച യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് അരിത ബാബു അടക്കമുള്ള വനിതാ നേതാക്കളെയും ഒഴിവാക്കിയിരുന്നു. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഒറ്റ വനിതാ സ്ഥാനാർത്ഥികൾ പോലും ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. ആദ്യഘട്ട പട്ടികയിൽ ഉൾപ്പെട്ട 9 സ്ത്രീകൾ മാത്രമാണ് കോൺഗ്രസിന്റെ വനിതാ സ്ഥാനാർത്ഥികളായിട്ടുള്ളത്.